Principle of virtual work. The principle of virtual work was developed by Johann Bernoulli in 1770, and this is the most versatile of the methods available for computing deflection of structures. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് 1770 ജൊഹാൻ ബെർണോളിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഡിഫ്ലക്ഷൻ ഓഫ് സ്ട്രക്ചർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വേഴ്സറ്റൈൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു മെത്തേഡാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. ദിസ് മെത്തേഡ് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് മെത്തേഡിനെ തന്നെയാണ് നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ ടേം വിർച്വൽ വർക്ക് മീൻസ് ദ വർക്ക് ഡൺ ബൈ എ റിയൽ ഫോഴ്സ് ആക്ടിങ് ത്രൂ എ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ വിർച്വൽ വർക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് റിയലായിട്ടുള്ളൊരു ഫോഴ്സ് വിർച്വലായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിർച്വൽ വർക്ക് എന്ന് പറയും. അതല്ലെങ്കിൽ എ വിർച്വൽ ഫോഴ്സ് ആക്ടിങ് ത്രൂ എ റിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആക്ച്വലി ഉള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മളൊരു വിർച്വൽ ഫോഴ്സിനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ വിർച്വൽ വർക്ക് എന്ന് പറയുന്നത്. ദ വിർച്വൽ വർക്ക് ഈസ് നോട്ട് റിയൽ ക്വാണ്ടിറ്റി ബട്ട് ആൻ ഇമാജിനറി വൺ. അപ്പോൾ ആക്ച്വലി വിർച്വൽ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇമാജിനറി ക്വാണ്ടിറ്റി കൺസെപ്റ്റുമാണ്. The principle of virtual work is based on the conservation of energy for a structure, which implies that the work done on a structure by external loads is equal to the internal energy stored in the structure. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. ഇത് പറയുന്ന ഇത്രേ ഉള്ളൂ. എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുണ്ടാകുന്ന വർക്ക് ഡണ്ണ് തന്നെയായിരിക്കും ഇൻറ്റേർണൽ എനർജി സ്റ്റോർഡ്. അതായത് നമ്മളൊരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ ഒരു വർക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കും, അതിനകത്തൊരു വർക്ക് നടക്കുന്നുണ്ട്. അത് കൊണ്ട് ആ ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് ഇൻറ്റേർണൽ കുറച്ച് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ UE വിൽ ബി ഈക്വൽ ടു UI. എനർജി സ്റ്റോർഡ് ബൈ എക്സ്റ്റേർണൽ ലോഡ് വിൽ ബി ഈക്വൽ ടു സ്ട്രെയിൻ എനർജി. Take a deformable structure of any shape and size and apply a series of external loads capital P to it. അപ്പോൾ ഒരു ഇലസ്ട്രേഷൻ പോലെ പറയുന്നതാണ്. ഒരു സ്ട്രക്ചർ എടുക്കുക, അതിൻ്റെ അകത്ത് സീരീസ് ആയിട്ട് കുറച്ച് ലോഡുകൾ അപ്ലൈ ചെയ്യുക. ഇറ്റ് വിൽ കോസ് ഇൻറ്റേർണൽ ഫോഴ്സ് F അറ്റ് പോയിൻറ്റ്സ് ത്രൂ ദ സ്ട്രക്ചർ. ഈ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ പല ഭാഗത്തും ഇൻറ്റേർണലി ഫോഴ്സ് F എന്ന് പറയുന്ന ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ എക്സ്റ്റേർണൽ ആൻഡ് ഇൻറ്റേർണൽ ലോഡ്സ് ബി റിലേറ്റഡ് ബൈ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ എക്സ്റ്റേർണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് Pയും ഇൻറ്റേർണൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന F ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. As a consequence of the above loading, external displacement delta will occur at the P loads and the internal displacement del will occur at each point of internal forces. അപ്പോൾ ഈ രീതിയിലുള്ള കോൺസിക്വൻസും ഉണ്ട്. നമ്മൾ എക്സ്റ്റേർണലി അപ്ലൈ ചെയ്തേക്കുന്ന P ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ഡിസ്പ്ലേസ്മെൻറ്റും ഇൻറ്റേർണൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാകും. ദീസ് ഡിസ്പ്ലേസ്മെൻറ്റ് do not have to be elastic and they may not be related to loads. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇലാസ്റ്റിക് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. However, the external and internal displacement must be related to compatibility of the displacement. In other words, if the external displacement are known, the corresponding internal displacement are uniquely defined. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എക്സ്റ്റേർണൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഏകദേശം അതിനോട് സെയിം ആയിരിക്കും. ഇൻ ജനറൽ ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ആൻഡ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് പറയുന്നത് വർക്ക് ഓഫ് എക്സ്റ്റേർണൽ ലോഡ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഓഫ് ഇൻറ്റേർണൽ ഫോഴ്സസ്. മെത്തേഡ് ഓഫ് വിർച്വൽ ഫോഴ്സ്. ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ മ്യൂച്വലി interrelated. A force on a member stretching a member does work since the force move. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മ്യൂച്വലി റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മളൊരു മെമ്പർ ഒരു സ്ട്രക്ചറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ഫോഴ്സ് ആ മെമ്പറിനെ സ്ട്രെച്ച് ചെയ്യപ്പെടുകയും അവിടെ ഒരു വർക്ക് നടക്കുകയും ചെയ്യും. ദ മെമ്പർ ഇറ്റ് സെൽഫ് ബിക്കോസ് ഓഫ് ഇറ്റ് സ്ട്രെച്ചിങ് ബൈ ദ ഫോഴ്സ് സ്റ്റോർസ് എനർജി. അപ്പോൾ ഈ രീതിയിൽ മെമ്പർ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പം മെമ്പർ ഇറ്റ് സെൽഫ് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഓബ്വിയസ്ലി ദ ഇൻറ്റേർണൽ എനർജി സ്റ്റോർഡ് വിൽ ബി ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ മെമ്പർ. അപ്പോൾ ഇങ്ങനെ ഇൻറ്റേർണലി സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. Thus, in a structure made up of several members and several external forces, there are two basic energy quantities. അങ്ങനെ ഏത് സ്ട്രക്ചർ എടുത്താലും അതിനകത്ത് കുറേ സെവറൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് രണ്ട് ബേസിക് എനർജി ക്വാണ്ടിറ്റീസാണ് ഉള്ളത്. ഒന്ന് WE, വർക്ക് ഡൺ ബൈ എക്സ്റ്റേർണൽ ഫോഴ്സ്.
as they move through some displacement. രണ്ടാമത്തത് WI, energy stored by all the strained members due to the internal forces. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ ഡിഫ്ലക്ഷൻ്റെ അനാലിസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ്. സ്ട്രെയിൻ എനർജി മെത്തേഡ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂണിറ്റ് ലോഡ് മെത്തേഡും ഉണ്ട്, കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡും ഉണ്ട്. യൂണിറ്റ് ലോഡ് മെത്തേഡ് വഴി നമുക്ക് ഡിഫ്ലക്ഷൻ ഓഫ് ബീം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഡിഫ്ലക്ഷൻ ഓഫ് ഡിറ്റർമിനേറ്റ് ഫ്രെയിംസ് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിഫ്ലക്ഷൻ ഓഫ് ഡിറ്റർമിനേറ്റ് പിൻ ജോയിൻ്റ് ട്രസ്സും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് വഴി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിൻ്റെയും ഫ്രെയിംസിൻ്റെയും ട്രസ്സിൻ്റെയൊക്കെ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഈ കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ് വഴി ഡിഫ്ലക്ഷൻ ഓഫ് ഡിറ്റർമിനേറ്റ്സ് ബീം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത ലെക്ചർ മുതൽ നമുക്ക് ഈ യൂണിറ്റ് ലോഡ് മെത്തേഡിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.